Welcome to BSc Main Physics, Paper 3 Electronics, Unit 6 Modulation, Semester 5, Class number 49, Modulation. We start today modulation. What is modulation? Modulation, what is it? The process of superimposition of AF waves on the RF carrier wave is called modulation. The resultant wave is called a modulated wave. The process of superimposition of AF waves on the RF carrier waves is called modulation. The resultant wave is called modulated wave. ഇപ്പോൾ റേഡിയോ ട്രാൻസ്മിഷനിൽ നമ്മൾ വേവിനെ രണ്ടായി തരംതിരിക്കും. ഒന്ന് ഓഡിയോ ഫ്രീക്വൻസി വേവ്, AF വേവ്. രണ്ടാമത്തേന് RF വേവ് അല്ലെങ്കിൽ ക്യാരിയർ വേവ് എന്ന് പറയും. റേഡിയോ ഫ്രീക്വൻസി വേവ്, ഓഡിയോ ഫ്രീക്വൻസി വേവ് ഫ്രീക്വൻസി കുറവുള്ള വേവാണ്, ഇലക്ട്രിക്കൽ വേരിയേഷൻസ് ആണ്. RF വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടിയ ഫ്രീക്വൻസി ഉള്ള വേവാണ്, ഒരു 10⁻⁶ ഫ്രീക്വൻസിക്ക് വരും. ഇത്തരം വേവിൻ്റെ പുറത്ത്, ഈ RFൻ്റെ പുറത്ത് അല്ലെങ്കിൽ ക്യാരിയറിൻ്റെ പുറത്ത് ഈ AF വേവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത് അയക്കുന്ന രീതി, അതിനെ വിളിക്കുന്ന പേര് മോഡുലേഷൻ. അപ്പോൾ എന്തുകൊണ്ട് ഈ മോഡുലേഷൻ വേണ്ടി വരും, അത് നമ്മൾ കാണാൻ പോകുകയാണ്. അപ്പോൾ AF വേവിനെ RF വേവിൻ്റെ പുറത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് മോഡുലേഷൻ. ഇത്തരം മോഡുലേഷൻ റേഡിയോ കമ്മ്യൂണിക്കേഷന് ആവശ്യമാണ്. Modulation can be also defined as the process of changing the amplitude or frequency or phase of a carrier wave in accordance with the instantaneous values of AF wave, signal wave voltage. AF വേവിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് അനുസരിച്ചിട്ട്, AF വേവിൻ്റെ ഓരോ സമയത്തുള്ള വാല്യൂ അനുസരിച്ചിട്ട് ക്യാരിയറിൻ്റെ ഒന്നെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് ഇവ മാറ്റുന്ന രീതിയെയും മോഡുലേഷൻ എന്ന് പറയും. ഓഡിയോ ഫ്രീക്വൻസി വേവിൻ്റെ വോൾട്ടേജ് അനുസരിച്ചിട്ട്, അതിൻ്റെ വോൾട്ടേജ് ലെവൽ അനുസരിച്ചിട്ട് RF വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫേസ് മാറ്റുന്നതിനെയും മോഡുലേഷൻ എന്ന് പറയാം. Modulation can be also defined as the process of changing the amplitude or frequency or phase of a carrier wave in accordance with the instantaneous values of the signal voltage. സിഗ്നൽ വോൾട്ടേജ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഇതാണ്, ഇതിനകത്ത് നിന്ന് വാട്ട് ഈസ് മോഡുലേഷൻ എന്ന് ചോദിക്കാം. അതല്ലാതെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഈസ് മോഡുലേഷൻ നെസസറി? മോഡുലേഷൻ ആവശ്യമായി വരുന്നതിൻ്റെ കാരണം എന്താണ്? വൈ ഈസ് മോഡുലേഷൻ നെസസറി? ആൻസർ, ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് AF സിഗ്നൽസ് മോഡുലേഷൻ ഈസ് നെസസറി ബിക്കോസ് ഓഫ് ദി ഫോളോയിങ് റീസൺസ്. ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ട് മോഡുലേഷൻ ആവശ്യമാണ്. ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് AF സിഗ്നൽസ്, ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽസ്, ഓഡിയോ ഫ്രീക്വൻസി വേരിയേഷൻസ്, വോൾട്ടേജസ്, വേവ്സ്, അത് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് മോഡുലേഷൻ ആവശ്യമുണ്ട്. അതിനുള്ള കാരണങ്ങൾ ഇനി പറയുന്നതാണ്. നമ്പർ 1, propagation range of audio signal is small because its power is small. Propagation range of audio signal is small because its power is small. ഓഡിയോ സിഗ്നലിൻ്റെ പവർ കുറവാണ്, അതുകൊണ്ട് അതിന് നമുക്ക് അയക്കാവുന്ന റേഞ്ച്, എത്ര ദൂരത്തിലേക്ക് അയക്കാം, പ്രൊപ്പഗേഷൻ റേഞ്ച് ഓഫ് വേവ്സ് വളരെ കുറവാണ്. അപ്പോൾ വളരെ ദൂരത്തേക്ക് അയക്കണമെങ്കിൽ, വേവിനെ ദൂരത്തേക്ക് അയക്കണമെങ്കിൽ മോഡുലേഷൻ കൂടിയേ തീരൂ. രണ്ടാമത്തെ പോയിന്റ്, എന്തുകൊണ്ട് മോഡുലേഷൻ ആവശ്യമായി വരുന്നു? ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഇൻ്റലിജൻസ്. സിഗ്നൽസിനെ AF വേവ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻ്റലിജൻസ്. നമുക്ക് അയക്കേണ്ട കമ്മ്യൂണിക്കേഷൻ, എന്ത് മാറ്ററാണ് അയക്കേണ്ടത്? ഫോർ ദി ട്രാൻസ്മിഷൻ ഓഫ് സിഗ്നൽസ് ഇൻ്റലിജൻസ് ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ് ആൻഡ് ആൻറ്റന ഈസ് നെസസറി അറ്റ് ദി ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷൻ. അപ്പോൾ AF സിഗ്നൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്മിറ്റിംഗ് സ്റ്റേഷനിൽ ഒരു ആൻറ്റന വേണം, ഒരു ട്രാൻസ്മിറ്റിംഗ് ആൻറ്റന വേണം. ഇഫ് ദ മോഡുലേഷൻ ഈസ് നോട്ട് ഡൺ, then the length of the antenna should be very large, that is about 150 kilometer. അതായത് ഇപ്പോൾ മോഡുലേഷൻ നടത്തിയില്ല എങ്കിൽ ഇതേ റേഞ്ചിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ട്രാൻസ്മിഷൻ നടത്താൻ നമുക്ക് ഒരു 150 കിലോമീറ്റർ പൊക്കമുള്ള ആൻറ്റന വേണം. അത് പ്രാക്ടിക്കലി വലിയ പ്രയാസമാണ്. ഇപ്പോൾ മോഡുലേഷൻ നടത്തിയില്ല എങ്കിൽ ആൻറ്റനയ്ക്ക് വളരെ കൂടിയ പൊക്കം വേണം.
അത് വലിയൊരു ഡിഫിക്കൽട്ടിയാണ്. നമ്പർ 3, ഇൻ്റർഫറൻസ് ഓഫ് വേവ് സിഗ്നൽസ് ഫ്രം അതർ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷൻസ് ഒക്കർ. ഇത് വലിയൊരു കുഴപ്പമാണ്. ഇപ്പോൾ നമ്മൾ AF ഫ്രീക്വൻസിയിലാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത് എങ്കിൽ സമീപസ്ഥങ്ങളായിട്ടുള്ള മറ്റ് AF സിഗ്നലുകൾ, മറ്റ് സ്റ്റേഷനുകളിലെ AF സിഗ്നലുകൾ വന്നിട്ട് ഇൻ്റർഫിയർ ആകും. അതുമൂലം നമുക്ക് വേവ്സ് റിട്രീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പ്രയാസമായിട്ട് വരും. Intelligence of AF signals from other broadcasting stations occur. This causes reduction in efficiency of transmission. അപ്പോൾ നമ്മൾ AF സിഗ്നൽ വെച്ചാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ, ട്രാൻസ്മിഷൻ നടത്തുന്നതെങ്കിൽ സമീപത്തുള്ള സ്റ്റേഷനുകളുടെ വേവ്സുമായിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ട് നമുക്ക് ഈ സിഗ്നൽ വീണ്ടെടുക്കാനായിട്ട് പ്രയാസമുണ്ടാകും. ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഗണ്യമായി കുറയും. അപ്പോൾ അതാണ് 3 കാരണങ്ങൾ എന്തുകൊണ്ട് മോഡുലേഷൻ ആവശ്യമായി വരുന്നു എന്നുള്ളൊരു ഉത്തരമാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് നമ്മൾ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ വിവിധങ്ങളായ വേവ്സ് കാണിക്കുകയാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ തുടങ്ങിയാണ്. മോഡുലേഷൻ നമ്മൾ പ്രധാനമായിട്ടും 3 ആയി തരംതിരിക്കും. ഒന്ന് AM, രണ്ടാമത്തത് FM, മൂന്നാമത്തത് PM. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, രണ്ടാമത്തെ ഫ്രീക്വൻസി മോഡുലേഷൻ, മൂന്നാമത്തെ ഫേസ് മോഡുലേഷൻ. അങ്ങനെ 3 തരത്തിലാണ് മോഡുലേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ 2 പഠിക്കാനുള്ളത്. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും അതുപോലെ ഫ്രീക്വൻസി മോഡുലേഷനും മാത്രമേ പഠിക്കാനുള്ളൂ. ഫേസ് മോഡുലേഷൻ ഒഴിവാക്കിയിരിക്കുകയാണ്. So there are 2 types of modulation. One is amplitude modulation and other is frequency modulation here. And at first we study amplitude modulation. And to understand amplitude modulation, we have to distinguish the following graphical representations. The first representation is an audio frequency wave representation. The instantaneous value of AF signal, that is EM, small em, that we take on the y-axis and time is taken on the x-axis. We here show a pure sine wave. Its amplitude is capital EM and this is AF signal. AF signal is graphically represented by a sinusoidal waveform. EM is instantaneous value of the voltage is taken on the y-axis. Time is taken on the x-axis. We get a pure sine curve. Its amplitude is capital EM. And this is the representation of AF signal. ഫ്രീക്വൻസി കുറവുള്ള സിഗ്നലാണ്, അപ്പോൾ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഈ 2 പടങ്ങൾ, ഒന്ന് ഈ കാരിയറും മറ്റത് 2 കൂടി ചേർന്നത് AM ആയിരിക്കും. Used figures. This figure we represents the RF carrier wave in the frequency high. Its instantaneous voltage is taken on the y-axis and time on the x-axis. Capital C is its amplitude, that is RF carrier wave. And the final figure is the amplitude modulated wave. It is obtained by superimposing the AF wave upon the carrier. This AM wave, AM means amplitude modulated wave. It is obtained by superimposing the AF wave upon this RF wave. So the top and bottom of the AM wave represents the AF and inside the carrier. The instantaneous voltage of AM wave is shown as E in the y-axis and time on the x-axis. So figure A represents AF signal, figure B represents RF signal or RF wave or carrier wave, and figure C represents the amplitude modulated wave, which we call as AM wave. Now you see what is the properties, what is the characteristics of these 3 waves. In AM, the meaning is in amplitude modulation. In AM, the amplitude of the carrier is varied in accordance with the AF signal amplitude. Hence, the frequency and phase of the carrier wave remain constant. ഇവിടെ ഈ AM ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ നമ്മൾ കാരിയറിൻ്റെ
ആംപ്ലിറ്റ്യൂഡാണ് മാറ്റുന്നത് എ എഫ് സിഗ്നൽ അനുസരിച്ചിട്ട്. എ എഫിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ആർ എഫിൻ്റെ അല്ലെങ്കിൽ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുത്തുക, അതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇത്തരം കേസിൽ ക്യാരിയറിൻ്റെ ഫേസും ഫ്രീക്വൻസിയും മാറ്റമില്ലാതെ തുടരും. ദ വേവ് ഫോം ഓഫ് ഓഡിയോ സിഗ്നൽ, ക്യാരിയർ വേവ് ആൻഡ് AM സിഗ്നൽ ആർ ഇല്ലസ്ട്രേറ്റഡ് ഇൻ ദി അബവ് ഫിഗേഴ്സ്. ഇപ്പം മുകളിൽ നമ്മൾ കണ്ട പടത്തിൽ 3 വേവ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റെപ്രസെൻറ്റേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റ് ഗ്രാഫിക്കലി AF വേവ്, RF carrier and also AM wave അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. In the figures, the 3 waves are represented in the figures. In the figure, EC represents carrier amplitude, EM represents signal amplitude or AF amplitude, small EC represents the carrier instantaneous voltage, small EM represents instantaneous signal AF voltage, E represents the instantaneous AM voltage, amplitude modulated voltage. You understand the terms? In the figure, EC represents the figures. There are 3 figures we have seen. In the above figures, EC represents carrier amplitude, EM signal amplitude, UC the carrier instantaneous voltage, and small EM instantaneous signal voltage. Small a represents instantaneous AM voltage. ഇനി ഇതിനകത്ത് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടേമാണ് മോഡുലേഷൻ ഇൻഡെക്സ്. എന്താണ് ഈ മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? മോഡുലേഷൻ ഇൻഡെക്സ്, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മോഡുലേഷൻ ഫാക്ടർ. മോഡുലേഷൻ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ ഫാക്ടർ. മറ്റൊരു പേരാണ് ഇറ്റ് ഈസ് ഗിവൺ ബൈ സ്മോൾ എം ഈസ് ഈക്വൽ ടു EM/EC. EM/EC എന്ന ഡെഫിനിഷൻ, അതായത് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് ബൈ കാരിയർ ആംപ്ലിറ്റ്യൂഡ്. ദാറ്റ് ഈസ് മോഡുലേഷൻ. ഈ ആംപ്ലിറ്റ്യൂഡ് അറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു വേവ് പറയുമ്പോൾ സ്മോൾ E ഈക്വൽ ടു ക്യാപിറ്റൽ E സൈൻ ഒമേഗ ടി എന്ന് പറയും. അവർ സ്മോൾ E ഈക്വൽ ടു ക്യാപിറ്റൽ EM സൈൻ ഒമേഗ ടി. അപ്പോൾ ആ ക്യാപിറ്റൽ EM എന്ന് പറയുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്. M is EM/EC. That is, modulation index is defined as the ratio of signal amplitude to the carrier amplitude. ആംപ്ലിറ്റ്യൂഡ് മനസ്സിലായല്ലോ. അപ്പോൾ AC വോൾട്ടേജ് നമ്മൾ എഴുതുന്നത് സ്മോൾ E ഈക്വൽ ടു ക്യാപിറ്റൽ EM സൈൻ ഒമേഗ ടി. ആ ക്യാപിറ്റൽ EMനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതേ സെൻസാണ് ഇവിടെ. That is, modulation index is defined as the ratio of signal amplitude to the carrier amplitude. Then the degree of modulation. അപ്പം അങ്ങനെ മോഡുലേഷൻ ഇൻഡെക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ടേം ഉണ്ട്, ഡിഗ്രി ഓഫ് മോഡുലേഷൻ. ദാറ്റ് ഈസ് M/100%. The modulation index or modulation factor expressed in percentage is called degree of modulation. The modulation index expressed in percentage, and you know, in order to convert into percentage, we have to multiply it by 100. So modulation index, when expressed in percentage, is called a degree of modulation. Now we can see the quality as well as strength of the intelligence of amplitude modulation can be evaluated by measuring the degree of modulation. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് മോഡുലേഷൻ്റെ വാല്യൂ അളന്നിട്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഈ ഇൻ്റലിജൻസിൻ്റെ AF വേവിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ് എന്നൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. ഈ മോഡുലേഷൻ ഇൻഡെക്സിലാണ് കാര്യം ഇരിക്കുന്നത്. If the degree of modulation is large, വളരെ കൂടുതലാണെങ്കിൽ, if degree of modulation is large, the audio signal will be strong and clear. അതായത് എമ്മിൻ്റെ വാല്യൂ കൂടിയാൽ നമുക്ക് മോഡുലേഷൻ ഓഡിയോ സിഗ്നൽ AM വേവിലുള്ള ഓഡിയോ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും, മാത്രമല്ല ക്ലിയറും ആയിരിക്കും. ഇനി നമ്മൾ ഒരു ഡെഫിനേഷൻ കൂടി ഈ മോഡുലേഷൻ ഇൻഡെക്സിനുണ്ട്, അതുകൂടി പറയണം. അതിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള പ്രോബ്ലമാണ്. അത് പറയാനായിട്ടാണ് ഇത് ഈ കാണുന്ന ഡയഗ്രാം. ആനദർ ഡെഫിനേഷൻ ഫോർ മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സിന് മറ്റൊരു ഡെഫിനേഷൻ. അപ്പോൾ ഈ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് ഒരു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവാണ്. വൈയാക്സിൽ ഈ സ്മോൾ AMൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആണ്. സ്മോൾ വേണേൽ മാർക്ക് ചെയ്യുക, അവിടെ ഉണ്ട്, അത് ആ സൈഡിൽ കിടക്കുകയാണ്. സ്മോൾ എക്സാക്സിൽ ടൈം. അപ്പോൾ ഉള്ളിൽ കാണിച്ചിരിക്കുന്നതാണ് RF വേവ്, അകത്ത് കാണിച്ചത് RF വേവ്.
മുകളിൽ താഴെയായിട്ട് കാണിച്ചിരിക്കുന്നത് സൈഡ് ബാൻഡാണ് AF സിഗ്നൽ എന്ന് പറയുന്നത്. AF സിഗ്നൽ AF അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സൈഡ് ബാൻഡായിട്ട് മുകളിലും താഴെയും കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്യാരിയറിൻ്റെ അകത്തുള്ളതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ് ഈ AF അനുസരിച്ചിട്ട്. അപ്പോൾ ഈ ക്യാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം മിനിമമായിട്ട് മാറുന്നത് കാണാം. നിങ്ങൾ നോക്കിക്കേ, അത് ഈ മാക്സിമം പോവും, ഈ മിനിമം പോവും. സിഗ്നലിൻ്റെ AFൻ്റെ അളവ് അനുസരിച്ചിട്ട് ഈ RFൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചെറുതും വലുതുമായിട്ട് മാറുന്നത് കാണാം. വലിയ വാല്യൂ ആണ് ഈ മാക്സിമം, ചെറിയ വാല്യൂ ആണ് ഈ മിനിമം എന്ന് പറയും. ഈ രണ്ട് ടേം വെച്ചിട്ട് എങ്ങനെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് ഡിഫൈൻ ചെയ്ത് നോക്കുക. സോ ദ ഫിഗർ റെപ്രസെൻറ്റ്സ് an AM wave, inside RF wave, top and bottom are the side bands. They are called AF waves, and the amplitude of a carrier varies from a minimum to maximum. E maximum is the max amplitude and E minimum is the minimum amplitude. These two are represented in the figure. Then modulation index is defined. Modulation index is defined modulation index is again defined by the equation M is equal to small m is E maximum minus E minimum by E maximum plus E minimum. This is another definition for modulation index, where E maximum and E minimum represent the maximum and minimum values of the amplitude of AM wave. E maximum, E minimum, E max and E min represents the maximum and minimum values of the amplitude of AM wave. Usually, the value of EM is adjusted in between 0 and 1. ഈ സ്മോൾ എമ്മിൻ്റെ വാല്യൂ, മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ 1ൻ്റെയും 0യുടെയും ഇടയ്ക്ക് ആയിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. If M is 1, if modulation index is 1, the modulation is 10%, 100%. അപ്പോൾ എമ്മിന് ഈ 1നേക്കാൾ കൂടിയ സംഖ്യയില്ല. അപ്പോൾ M1 ആണെങ്കിൽ അവിടെ മോഡുലേഷൻ 100%, 100% ആണെന്ന് പറയും. സാധാരണ ഈ എമ്മിൻ്റെ വാല്യൂ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കാണ്. അപ്പോൾ അതിലൊരു പ്രോബ്ലം എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് ഉള്ള ചോദ്യമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഉള്ള ക്വസ്റ്റ്യനാണ്. VK മെത്തായിൽ, ഇലക്ട്രോണിക്സ് VK മെത്തായിൽ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൈറ്റ്. An amplitude modulated wave has maximum and minimum amplitudes of 80 volt and 20 volt. Find the degree of modulation. An amplitude modulated wave has maximum and minimum amplitudes of 80 volt. 80 volt and 20 volt. Find the degree of modulation. Answer: degree of modulation M is E max minus E minimum by E max plus E minimum is equal to, and that also we have to convert to percentage by multiplying it by 100. Therefore we get 80 minus 20 by 80 plus 20 into 100%. That is 60%. When we express as a number, we can use the formula E max minus E minimum by E maximum plus E minimum. And when we want to say the degree of modulation, we have to multiply it by 100. In that case, we get 60% as shown here. That is all with your 49th lecture on paper 3 electronics. Thank you very much.